ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇളക്കച്ചോറിൻ്റെ റെസിപ്പി ആയിട്ട് ആണ്. ഇളക്കച്ചോറ് എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ചില സമയത്ത് തലേന്ന് അരി വെള്ളത്തിലിടാനൊക്കെ മറന്നാലും അതുപോലെ ചായൻ്റെ കടി ഉണ്ടാക്കാനൊക്കെ ഒരു മടി പിടിച്ചൊരു സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഇളക്കച്ചോറ് ഉണ്ടാക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തന്നിരുന്നൊരു റെസിപ്പിയാണ്. പഴയകാല റെസിപ്പിയൊന്നും ഇപ്പോൾ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. മക്കൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കില്ല. അപ്പം ഇപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ അല്ല ഉണ്ടാക്കുക. ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയും ബിരിയാണി അരി ഏത് അരിയാനും പറ്റും. അത് ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിന് അളന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാത്രത്തിന് ഒരു 3/4 പാത്രം അരിയുണ്ട്. അപ്പോൾ അതിന് വെള്ളം അളക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രത്തിൽ തന്നെ എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇടും. ഞാൻ 2 സ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഞാനൊരു 500 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്, 2 നാഴി. അപ്പോൾ അതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഇടണമെങ്കിൽ ഇടാം, കുറച്ച് ഇടണമെങ്കിൽ ഇടാം. ഉലുവൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറേ ഇടാം. അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് തേങ്ങയും ചെറുള്ളിയും ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയും തേങ്ങയും ഉലുവയും ചെറുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിന് അളന്നിട്ടാണ് അരി എടുത്തത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളമാണ് എടുക്കേണ്ടത്. ഇത്ര ഒഴിക്കണത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതൊന്ന് അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് ചീറ്റിക്കാം. ഒറ്റ വിസിൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ അടുപ്പിൽ വെച്ച് ഒറ്റ വിസിൽ മതി. ഒരു വിസിൽ വന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ചൂടാറി നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല്, ഉള്ളിൻ്റെയും നെയ്യ് പിന്നെ തേങ്ങൻ്റെയും അരിൻ്റെയും ഉലുവൻ്റെയൊക്കെ മണം നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളില്ലാത്ത സമയത്ത് കുറ്റിപ്പേരയും ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കണ സമയത്ത് പുറത്ത് കുഞ്ഞിക്കുടുക്കിയിൽ അടുപ്പൊക്കെ മൂട്ടിയിട്ട് ഞങ്ങൾ കളിക്കുമ്പോൾ ഇതേമാതിരിയൊക്കെ കുഞ്ഞിക്കുടുക്കിയിൽ ഉണ്ടാക്കാറുണ്ട്. ഉമ്മ തേങ്ങ അരിയൊക്കെ റെഡിയാക്കി തരും, ഞങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഇലയിൽ പുറത്തിരുന്ന് വിളമ്പി കഴിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ തീരൂല. ഞാൻ അതിവിടെ ഇലയിലൊക്കെ വിളമ്പി. ഇതിലേക്ക് ഞാൻ നാടൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ നാടൻ നെയ്യ് ഈ ചൂടുള്ള ചോർക്ക് നാടൻ നെയ്യ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ നാടൻ നെയ്യ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഇളക്കച്ചോറൊന്നും ഉണ്ടാക്കാൻ. അന്ന് ഞാൻ മടിച്ചു. ഇപ്പം എനിക്കത് ഉണ്ടാക്കണം തോന്നി. അപ്പം എല്ലാവരും ഒന്നുണ്ടാക്കിയിട്ട് ഒന്ന് പിന്നെ കഴിച്ച് മക്കൾക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.